പദവികൾ ഓഫർ ചെയ്യുന്ന രാഷ്ട്രീയം, ജനാധിപത്യത്തിന്റെ അന്തകനാകുന്ന പുതിയ കീഴ്വഴക്കങ്ങൾ. ന്യൂസ് ഡെസ്ക്. ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യുമ്പോൾ തെറ്റാകുന്ന കാര്യം മറ്റൊരു പാർട്ടി ചെയ്യുമ്പോൾ എങ്ങനെ ശരിയാകും? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അടുത്ത കാലത്തായി കണ്ടുവരുന്ന ഏറ്റവും അപകടകരമായ പ്രവണതകളിലൊന്നാണ് ഉന്നത ഭരണ നിയമപീഠങ്ങളിൽ ഇരിക്കുന്നവർക്ക് വിരമിച്ച ഉടൻ രാഷ്ട്രീയ പദവികളോ മറ്റു ഉന്നത സ്ഥാനങ്ങളോ വെച്ച് നീട്ടുന്ന ഓഫർ രാഷ്ട്രീയം. താൽക്കാലിക രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ജനാധിപത്യത്തിന്റെ കാവലാളാകേണ്ട ഉദ്യോഗസ്ഥ വൃന്ദത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ഭരണഘടനയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുകയാണ്. ഇരട്ടത്താപ്പിന്റെ രാഷ്ട്രീയ മുഖങ്ങൾ. ബംഗാളിൽ ഇലക്ഷൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെ ഭരണകക്ഷി ചീഫ് സെക്രട്ടറി സ്ഥാനത്തേക്ക് നിയമിച്ചപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിച്ച കോൺഗ്രസ് നേതൃത്വം സമാനമായ നീക്കങ്ങൾ കേരളത്തിൽ നടത്തുമ്പോൾ പുലർത്തുന്ന മൗനം അവരുടെ ഇരട്ടത്താപ്പാണ് വ്യക്തമാക്കുന്നത്. BJPയുടെ തെറ്റുകളെ വിമർശിക്കാൻ കോൺഗ്രസിന് ധാർമ്മിക അവകാശം ഉണ്ടാകണമെങ്കിൽ സ്വന്തം ഭരണത്തിന് കീഴിലും അത്തരം തെറ്റുകൾ ആവർത്തിക്കില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അധികാരം നിലനിർത്താനും പിടിച്ചെടുക്കാനും രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ഇത്തരം വിട്ടുവീഴ്ചകൾ ജനാധിപത്യ തത്വങ്ങളെയാണ് അട്ടിമറിക്കുന്നത്. അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർക്ക് വിരമിച്ചയുടൻ നൽകുന്ന പ്രതിഫലങ്ങൾ നിഷ്പക്ഷതയ്ക്കുള്ള മരണവാറന്റാണ്. തണൽ തേടുന്ന കാവലാളുകൾ, തകരുന്ന നിഷ്പക്ഷത. ജഡ്ജിമാർ, ഇലക്ഷൻ കമ്മീഷണർമാർ, CAG, AG, CAG പോലെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളുടെ തലവന്മാർ, ഉന്നത പോലീസ്, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ എന്നിവർ ജനാധിപത്യത്തിന്റെ തൂണുകളാണ്. ഫിയ അല്ല, ഞാൻ അഖില. ഞാൻ പെർഫ്യൂം ഫിയൽ എന്നാണ് ചോദിച്ചത്. എനിക്കിഷ്ടമാണ്. ആരെ? ഫിയ പെർഫ്യൂം. എനിക്കും. ആരും കൊതിച്ചു പോകും. അത് സാർ. ഞാൻ പെർഫ്യൂമിന്റെ കാര്യമാണ് പറഞ്ഞത്. അതെ സാർ, ആരും കൊതിച്ചു പോകും. എന്നെയാണോ? അല്ല സാർ. അതെ, ആരും കൊതിച്ചു പോകും ഒന്നരികിലെത്താൻ. ഫിയ പ്രീമിയം പെർഫ്യൂം. എന്നാൽ സർവീസിലിരിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുകയും വിരമിച്ചയുടൻ പാർട്ടി ടിക്കറ്റിൽ മത്സര രംഗത്തിറങ്ങുകയോ ഉയർന്ന പദവികൾ കൈക്കലാക്കുകയോ ചെയ്യുന്നത് ഇന്ന് പതിവ് കാഴ്ചയായി മാറിയിരിക്കുന്നു. ഇത്തരം പ്രീണന രാഷ്ട്രീയം ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഭയപ്പെടുത്തുന്നതാണ്. കടമകളിൽ നിന്നുള്ള വ്യതിചലനം, വിരമിക്കലിന് ശേഷമുള്ള സുരക്ഷിതത്വം ലക്ഷ്യം വെച്ച് ഉദ്യോഗസ്ഥർ ഭരണാധികാരികളുടെ ആജ്ഞാനുവർത്തികളായി മാറുന്നു. ജനവിശ്വാസം തകരൽ. ജനങ്ങൾക്ക് നീതിയും നിഷ്പക്ഷതയും ഉറപ്പാക്കേണ്ട സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. തെറ്റായ കീഴ്വഴക്കങ്ങൾ. യോഗ്യതയ്ക്ക് മാനദണ്ഡം രാഷ്ട്രീയ വിധേയത്വമാണെന്ന തെറ്റായ സന്ദേശം ഇത് വരും തലമുറയിലെ ഉദ്യോഗസ്ഥർക്ക് നൽകുന്നു. തിരുത്തലുകൾ അനിവാര്യം. താൽക്കാലിക ലാഭത്തിനു വേണ്ടി രാജ്യത്തിന്റെ അടിത്തറയിളക്കുന്ന ഈ പ്രവണതയ്ക്കെതിരെ രാഷ്ട്രീയ പാർട്ടികൾ സ്വയം തിരുത്തലിന് തയ്യാറാകേണ്ടതുണ്ട്. വിരമിച്ച ശേഷമുള്ള ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ പ്രവേശനത്തിനും പദവികൾ ഏറ്റെടുക്കുന്നതിനും കൂളിംഗ് ഓഫ് പീരീഡ് നിയമപരമായി തന്നെ നടപ്പിലാക്കണം. അധികാരം നിലനിർത്താനുള്ള രാഷ്ട്രീയ കൗശലങ്ങൾക്കിടയിൽ ജനാധിപത്യത്തിന്റെ അന്തസ്സ് ഇല്ലാതാക്കരുതെന്ന ശക്തമായ ജനവികാരം ഉയരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനി ഒരു തൊഴിൽ തേടി വിദേശത്തേക്ക് പോകേണ്ടതില്ല. സ്വന്തമായ ഒരു ബിസിനസ്, സ്ഥിരമായ വരുമാനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ രാജ്യവും വളരെ വേഗത്തിൽ വളരെയാണ്, മറ്റു വികസിത രാജ്യങ്ങളെ പോലെ. ഇതാ, ഈ വളർച്ചയിൽ പങ്കാളിയാകുവാൻ നിങ്ങൾക്കും അവസരം. മാറുന്ന ബിസിനസ് സംസ്കാരത്തിനൊപ്പം നമ്മളും മാറി ചിന്തിക്കേണ്ടതുണ്ട്. വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് വെഹിക്കിൾ, അതിവേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സോളാർ പവർ സൊല്യൂഷൻ, ഇലക്ട്രിക് മേഖലയിൽ ഒഴിച്ചുകൂടാനാകാത്ത LD സംവിധാനം ഒരുമിച്ചൊരു കുടക്കീഴിൽ ഇയോൺ എക്സ്പീരിയൻസ് സെന്റർ. എവിടെയെല്ലാം ആവശ്യമായിട്ടുണ്ടോ അവിടെയെല്ലാം സ്ഥാപിച്ചു നൽകുന്നു, അതും നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചുള്ള പദ്ധതികളുടെ. സ്വന്തമായോ പാർട്ട്ണർഷിപ്പിലോ വാടകക്കോ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കുക.